ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഞാനിന്നൊരു സിനിമ റിവ്യൂ നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ ചാനലിൽ ഇതുവരെ അങ്ങനെ സിനിമ റിവ്യൂകളൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ നേരിട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ലാലേട്ടൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഹൈപ്പിൽ വന്ന ഒരു മൂവി ആയതുകൊണ്ടും അത് ഫസ്റ്റ് ഡേ ഫാൻസ് ഷോ കാണാൻ പോയതുകൊണ്ടും ഒന്ന് പറയണം എന്നാഗ്രഹിച്ചതാണ്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇത് റിവ്യൂ പറയണോ എന്ന് തോന്നി. എന്തായാലും പിന്നീട് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ റിവ്യൂ പറയാണ്. ലാലേട്ടൻ്റെ ഇത്രയും എന്താ പറയുക ഹൈപ്പിൽ വന്ന സിനിമ എന്നെ തിയേറ്ററിലേക്ക് പോയി കാണാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, ഒരു ഘടകം എന്ന് പറയുന്നത് ലാലേട്ടനാണ്, ലാലേട്ടൻ്റെ അപ്പിയറൻസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിക്കാണുന്നത് ലാലേട്ടൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഈ ഒരു കഥാപാത്രത്തിന് എങ്ങനെയാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്നത് എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പ്രേക്ഷകന് ഈ ഒരു സിനിമ എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ നൽകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ലാലേട്ടൻ്റെ ഹൈപ്പിലുള്ള സീനുകൾ, വളരെ മനോഹരമായ സീനുകൾ, നമ്മൾ ഒരു സീനിങ്ങനെ പീക്ക് ലെവലിലെത്തി നമ്മളിങ്ങനെ കൈയടിക്കാൻ പാകത്തിനെത്തുന്ന സീനുകളൊക്കെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. പക്ഷേ ആ ലാസ്റ്റ് സമയമെത്തുമ്പോൾ അതിമനോഹരമായിട്ട് ഇതിൻ്റെ എഡിറ്റർ അത് കട്ട് ചെയ്ത് മാറ്റി അടുത്ത സീനിലേക്ക് പോയിട്ടുണ്ട്. അതൊരു പക്ഷേ ഡയറക്ടറുടെ വ്യൂ ആയിരിക്കാം. ഇതിൻ്റെ ഇപ്പോൾ ഡയറക്ടർ ലിജോ ജോസ് പല്ലിശ്ശേരി, അതുപോലെ നിർമ്മാണം ഷിബു, ബേബി ജോൺ, അങ്ങനെ ഒരുപാട് പേര് വേറെ നിർമ്മാണങ്ങളുണ്ട്. അങ്ങനെ എഡിറ്റേഴ്സ്, ക്യാമറാമാൻ, നടീനടന്മാർ, അങ്ങനെ ആരും പേരെടുത്ത് പറഞ്ഞ് ഞാനങ്ങനെ റിവ്യൂ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ ഒരു സിനിമ കണ്ടിട്ട് ഇത് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊന്നും പറയണതിൽ അർത്ഥമില്ല തോന്നുന്നു. കാരണം ആ സിനിമ കഴിഞ്ഞു പോയി, ഇനി അതൊരു ക്രിയേറ്റ് നടത്താനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ ഇവൻ ഒരു മോഹൻലാൽ സിനിമ ആ രീതിയിൽ ഈ സിനിമ കാണുമ്പോൾ ആസ് എ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയണമെന്ന് ഏറെ തോന്നിയത് ഇതിൻ്റെ മുൻ ദിവസങ്ങളിൽ നടന്ന കുറേ ഇൻ്റർവ്യൂസുകളാണ്. അപ്പോൾ അതിനകത്ത് ആരോ പറയുന്നത് കേട്ടു, ലാലേട്ടൻ്റെ ഇതുവരെ ഇല്ലാത്തൊരു എൻട്രോ സീനാണ് ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്, അതൊരു രക്ഷയില്ല എന്ന രീതിയിലൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആ പറഞ്ഞ ആൾ ലാലേട്ടൻ്റെ ഒരു 10-24 വർഷമായിട്ടുള്ള സിനിമകളൊന്നും കണ്ടിട്ടില്ല തോന്നുന്നു. കാരണം ഇതിനാട്ടി മനോഹരമായിട്ടുള്ള എൻട്രോകളൊക്കെ സമ്മാനിച്ചിട്ടുള്ള ഒരു നടനാണ് ലാലേട്ടൻ. പിന്നെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച മറ്റ് താരങ്ങൾ, അതായത് ഹരീഷ് പേരടി, പിന്നെ മണികണ്ഠൻ ആചാരി, ഇവരൊക്കെ ഇപ്പോൾ സമീപകാലത്ത് നല്ല നല്ല ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ട് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന നടന്മാരാണ്. പക്ഷെ അവർക്കൊന്നും വേണ്ട രീതിയിൽ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് മണികണ്ഠൻ ആചാരിക്കൊന്നും സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല. പിന്നെ ഹരീഷ് പേരടിയാണ്, പുള്ളിയാണെങ്കിൽ ആ ഒരു ലെവലിലോട്ട് അഭിനയം അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, അത്തരം രീതിയിലേക്ക് ഒരു മികച്ച പെർഫോമൻസ് എന്ന് പറയാൻ ഹരീഷ് പേരടിയുടെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ നമ്മൾ മുന്നിൽ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ മനോഹരമായ പാട്ടുകളാണ്. ഓവറോൾ ഈ ഒരു സിനിമ ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ ബോയ്ക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ ഒരു സിനിമയുടെ റിവ്യൂയുടെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ആ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നീ കണ്ടതെല്ലാം പോയി, കാണാൻ പോകുന്നത് നിജം എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയെ കുറിച്ച് മുന്നേ കേട്ടതെല്ലാം പോയി, കണ്ടതാണ് നിജം. ഇത് തീർത്തും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. എല്ലാവർക്കും പടം ഇഷ്ടപ്പെടട്ടെ, നല്ല സിനിമയായിട്ട് നല്ലൊരു വിജയം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.